കൊട്ടാരക്കര കലയപുരത്ത് ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന്റെ ടയർ ഊരിമാറി. ഏനാത്തുള്ള സ്വകാര്യ CBSE സ്കൂളിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ ബസിന്റെ മുൻവശത്തെ ടയറാണ് ഊരിമാറിയത്. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ടയർ ഊരിയ ശേഷം ഏതാണ്ട് റോഡിലൂടെ 1/2 കിലോമീറ്ററോളം വണ്ടി ഉരഞ്ഞു നീങ്ങുകയായിരുന്നു. അപകട സമയത്ത് ബസ്സിനുള്ളിൽ 15ലധികം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. എന്നാൽ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ദുരന്തം ഒഴിഞ്ഞു മാറിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇത് ഏകദേശം ഒരു 10-15 കുട്ടികളോളം ഉണ്ട് അതിനകത്ത് വണ്ടിക്കകത്ത് വന്നിട്ട് ആക്സിഡന്റിന്റെ ഒരു പ്രോബ്ലം ആണ് പ്രശ്നം ഉണ്ടായത്. ആക്സിഡന്റ് പ്രോബ്ലം ഉണ്ടായിട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം പുള്ളിക്കാരനത് സമയോചിതമായി അത് ഡ്രൈവറുടെ ഒരു എക്സ്പീരിയൻസ്, അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഡ്രൈവർ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യനായതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾക്ക് ഒരു അപകടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ സമയോചിതമായി സൈഡിൽ ഒതുക്കുകയും കാര്യങ്ങളും ചെയ്തത്. എന്തായാലും ഈശ്വരത്തിന്റെ അനുഗ്രഹം കൊണ്ടും ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങൾ ഒഴിയും. പക്ഷേ ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളിലെ വണ്ടികളൊന്നും ഒരു മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. ആ പ്രോപ്പറായിട്ട് അവർ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഇവർ അടിക്കുന്ന ഗ്രീസ് മാത്രമേ അടിക്കത്തുള്ളൂ. ബാക്കിയുള്ള മെയിൻ്റനൻസും കാര്യങ്ങളും എന്താണെന്ന് തന്നെ എന്തെങ്കിലും ബ്രോക്കണുണ്ടോ കാര്യങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോന്ന് അതാരും ചിന്തിക്കുന്നില്ല. ഇപ്പം ചെന്ന് വണ്ടി ഡ്രൈവർ പറയും ഗ്രീസ് അടിക്കണമെന്ന് ഗ്രീസ് അടിക്കുക, വണ്ടി എടുത്തുകൊണ്ട് പോവുക. ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാണ് ഈ കാര്യങ്ങൾ. പ്രോപ്പറായിട്ട് ചെക്കിങ് നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ തന്നെ നല്ല രീതിയിൽ ചെക്കിങ് കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഉചിതമായിരിക്കും. കാര്യം കുഞ്ഞുങ്ങളാണ്, MC റോഡും കൊണ്ട് വേണം നമുക്ക് നമുക്കൊന്നും ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്ക് അതിനെ പറ്റി അതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ബസ്സിന് വേണ്ടത്ര രീതിയിലുള്ള മെയിൻ്റനൻസ് ഇല്ലാത്തതാണ് അപകടത്തിൽ എത്തിച്ചത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. തട്ടത്തലയിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സ്കൂൾ ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധന നടത്തിവരുന്നതിനിടയിലാണ് അടുത്ത അപകടം കൂടി സംഭവിച്ചത്. കൊട്ടാരക്കര ഭാഗത്തു നിന്നും സ്കൂളിലേക്ക് പോവുകയായിരുന്നു ബസ്.